നോളജ് വേൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ്. ഒരു സർഫസിലൂടെ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ, ഒരു പെർട്ടിക്കുലർ സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഫൈ എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫൈ എന്നാണ്. അതായത് ഇപ്പം ഞാൻ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാണ്, ഇതിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ഞാൻ വേറൊരു രീതിയിലും കൂടി കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ വരയ്ക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കാം. ഫീൽഡ് ലൈൻ ഇങ്ങോട്ടല്ലേ, ഈ ആരോ മാർക്ക് ഇങ്ങോട്ടേക്കല്ലേ കാണിക്കും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്. ഇനി ഈ ആദ്യത്തെ ഫീൽഡ് ലൈനിന് ഞാൻ പേര് കൊടുക്കുകയാണ് 1 2 3 4 5 6. അപ്പോൾ 6 എണ്ണമാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് 6 ഫീൽഡ് ലൈൻസ് ആണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത്. ഞാനിവിടെ ഈ ഒരു ബുക്ക് വയ്ക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്കിൻ്റെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ബുക്കിൻ്റെ മേലേക്കോടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ബാക്കിക്കോടെ. ഇനി നോക്കിയേ, ഈ ഒരു ഏരിയയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിയേ, എത്ര ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത്. ആദ്യത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കടന്നു പോകുന്നുണ്ട്, സെക്കൻഡ് പോകുന്നുണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്. ആറാമത്തെ പോകുന്നുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ ഏഴാമത്തെ ഇവിടെ ഒരെണ്ണം വരയ്ക്കുകയാണ്, ഇവിടെ ഒരെണ്ണം വരയ്ക്കുകയാണ്. അത് കടന്നു പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത് എത്ര ഉണ്ടാവും? 1 2 3 4 5 5 ഇതിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ടോട്ടൽ നമ്പർ, അപ്പോൾ എവിടുത്തെ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഇതിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണല്ലോ. ഇനി ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ വയ്ക്കുകയാണ്, ഇങ്ങനെ, അതായത് ഒന്ന് ചെരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഈ ചെരിച്ച് വയ്ക്കുമ്പോൾ ഇതിൽ എത്ര നമ്പർ ഓഫ് ലൈൻസ്, ഇലക്ട്രിക് ലൈൻസ്, ഫീൽഡ് ലൈൻസ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്? 1 ഫസ്റ്റത്തെ ലൈൻ കടന്നു പോകുന്നുണ്ട്, രണ്ടാമത്തെ പോകുന്നുണ്ട്, 3 പോകുന്നുണ്ട്, 4 പോകുന്നുണ്ട്, 5 6 ഒന്നും പോകുന്നില്ല, ഇല്ലല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ്, അതിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബുക്കിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണം നമ്മളിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, ഇല്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്ക് ബോർഡ് ആയതുകൊണ്ട് ഈ ബോർഡിൽ നമുക്ക് കുറച്ച് ലൈൻസ് വരച്ചിട്ട് ആ ബുക്കിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ശരിക്കും ഇതിലൂടെ കടന്നു പോകുന്നത് ഒരുപാട് നമ്പർ ഓഫ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. മനസ്സിലായോ? അതിന് എല്ലാത്തിൻ്റെയും എണ്ണം നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരച്ച് കാണിച്ചു തന്നത്. ഇനി ഫിസിക്സിൻ്റെ ടേംസിൽ പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വേറൊരു ഡെഫിനിഷനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ്, ഡോട്ട് പ്രൊഡക്റ്റിന് നമ്മൾ വേറൊരു പേരും കൂടി പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ വെക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും, സ്കെയിലാർ പ്രൊഡക്റ്റ് എന്നും കൂടി പഠിച്ചിട്ടുണ്ടാവും, ഇല്ലേ? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, AB കോസ് തീറ്റ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ്, ഏതൊക്കെ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റുകളാണ്, ആരൊക്കെ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ്? ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇയും, അതുപോലെ തന്നെ ആൻഡ് ദ ഏരിയ ഓഫ് ദി സർഫസ്. ഏരിയ ഓഫ് ദി സർഫസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് S വെച്ചിട്ടാണ്, അതായത് DS. ഇത് തമ്മിലുള്ള ഒരു ഡോട്ട്, DS എന്നെടുക്കാൻ കാരണം സ്മോൾ ഏരിയ ആണ്, അത് ഞാൻ പറയാം. അപ്പോൾ നോക്കി, ഇത് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന പേരിൽ നമ്മൾ വിളിച്ചത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഏരിയ ഓഫ് ദി സർഫസും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിച്ചത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് AB കോസ് തീറ്റ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം?
ഡി ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ഇലക്ട്രിക് ഫ്ലക്സിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ, ഇ ഡി എസ് കോസ് തീറ്റ. നേരത്തെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഡി ഫൈ. അതിൽ ഡി ഫൈ എന്ന് പറയുന്നത് സ്മോൾ ഫ്ലക്സിനെ കാണിക്കുന്നത്, ഇലക്ട്രിക് ഫ്ലക്സിനെ കാണിക്കുന്നതാണ്, ചെറിയ ഫ്ലക്സ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡി എസ് എന്ന് പറയുന്നത് സ്മോൾ ഏരിയ ആണ്, അതൊരു ഏരിയ വെക്റ്റർ ആണ്. ഇനി അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡ്രോൺ നോർമൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സർഫസിനെ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡ്രോൺ നോർമൽ ആണ്. ഔട്ട്വേർഡ് ഡ്രോൺ നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കായിരിക്കും. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ് അല്ലേ. ഔട്ട്വേർഡ് ഡ്രോൺ പുറത്തേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. നോർമലായിട്ടാണ് നമ്മൾ വരയ്ക്കുക. നോർമൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക ആണല്ലോ. ഇപ്പം ഞാൻ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇതിനെ വെക്കുകയാണ്. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ഇതിനെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോക്കിയ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അതുപോലെ ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ് അല്ലേ. ഇനി ഞാൻ ഈ ബുക്കിനെ ചെരിച്ചാണ് വെക്കുന്നതെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും സർഫസ് ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷനും ഒരേ ദിശയിലേക്കായിരിക്കും ആണല്ലോ. ഇനി ഞാനതിനെ തിരിച്ചു വെക്കുകയാണ്, ഇങ്ങനെ ചെരിച്ചു വെക്കുകയാണ്. അപ്പോൾ നോക്കി ഇലക്ട്രിക് ഫീൽഡും ഇതും തമ്മിൽ ഒരു ഡയറക്ഷൻ വ്യത്യാസത്തിൽ, ഒരു പെർട്ടിക്കുലർ ആംഗിൾ വ്യത്യാസത്തിലാണ് അത് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കേസായിട്ട് അതിൻ്റെ നോക്കി ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഞാനിപ്പോൾ ഈ ബുക്കിനെ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഡി എസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? മുകളിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്, ഡി എസിൻ്റെ ഡയറക്ഷനോ മുകളിലേക്കാണ് വരുന്നത് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, ഡി ഫൈ എന്ന് പറയുന്നത് ഇ ഡി എസ് കോസ് 90 ആണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അപ്പം ഡി ഫൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനിയിപ്പോൾ ഞാൻ ഇലക്ട്രിക് ഫീൽഡിനെ ഈ ഡയറക്ഷനിലും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ബുക്കിനെ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സർഫസിൻ്റെ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ദിശയിലേക്ക് തന്നെയാണ് കിടക്കുന്നത് അല്ലേ. ഡി എസിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും ഒരേ ദിശയിൽ തന്നെയല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കും ഡി എസിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടേക്കുമാണ് ആണല്ലോ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ഡി ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് 0. കോസ് 0 എത്രയാ? 1 ആണ്. അപ്പം ഇ ഡി എസ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ഏതിനൊക്കെയാണ്? അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെയും അതുപോലെ തന്നെ ഏരിയ വെക്റ്ററിനെയുമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇ ഡോട്ട് ഡി എസ്, അതായത് ഇ ഡി എസ് കോസ് തീറ്റ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കി നമ്മൾ പറഞ്ഞു. ഇനി നോക്കി ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഞാൻ ഈ ബുക്കിനെ ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്ന് വിചാരിക്കാം. ഈ ഒരു ഡയറക്ഷനിൽ ഞാൻ ബുക്കിനെ വെക്കുകയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് കുറച്ച് ചെരിച്ചിട്ടാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. ആ ഡയറക്ഷനിൽ കുറച്ച് ചെരിച്ചിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് വരയ്ക്കുകയാണ്. അതായത് ഞാനിപ്പോൾ വെച്ചേക്കുന്ന ബുക്ക് വെച്ചേക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിയേ ബുക്ക് വെച്ചേക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നോക്കിയേ അതിൻ്റെ ഏരിയ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് നോക്കിയേ? ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് കുറച്ച് ആംഗിൾ നീങ്ങിയിട്ടാണ് അത് നിൽക്കുന്നത് അല്ലേ. ചെറിയൊരു ആംഗിൾ നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഉള്ള ഏരിയ വെക്റ്റർ ഞാൻ വരയ്ക്കുകയാണ്. ഈ പോയിന്റിൽ ഇങ്ങോട്ടേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കും. ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി എസ്, വെക്റ്റർ ഡി എസ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ നിന്ന് കുറച്ച് ചെരിഞ്ഞിട്ടല്ലേ ഇതിരിക്കുന്നത്. അപ്പോൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണ് ആണല്ലോ. അപ്പോൾ ഡി ഫൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. അപ്പോൾ തീറ്റയാണല്ലോ, തീറ്റ ആംഗിൾ നീങ്ങിയിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഒരു സ്മോൾ ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്.
അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു എന്താ പറയുക ഒറ്റയടിക്ക് എത്ര ലൈൻസ് കടന്നു പോയി നമ്മൾ ഈ ബോഡി വരച്ച് കാണിക്കുന്ന പോലെ അത്ര ഈസി അല്ല നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സ്മോൾ ഏരിയയുടെ ഇലക്ട്രിക് ഫ്ലക്സ് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ആണ് പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ സ്മോൾ ഏരിയയുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, d∅ cos θ ആണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്, ഇൻ്റഗ്രൽ ds എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ d∅ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ds cos θ ആണ് അല്ലേ. ഇൻ്റഗ്രൽ d∅ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈ ആണ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ds cos θ, ds ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ s അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് phi is equal to es cos θ, അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to es cos θ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക, ഏരിയ വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ആംഗിളിനെ. നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ യൂണിറ്റ് ചാർജ് പഠിച്ചു, ഇത് 1 കുളം ഉള്ള ചാർജിനാണ് നമ്മൾ യൂണിറ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയുടെ ഇക്വേഷൻ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയ ആണെങ്കിൽ ലെങ്ത് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കണം, 1 ആയിരിക്കണം. L ഇസ് ഈക്വൽ ടു 1ഉം ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 1ഉം ആയിരിക്കണം ആണല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും, അപ്പോൾ ഏരിയയ്ക്ക് എന്താ ആൻസർ കിട്ടാം, 1 ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു മീറ്റർ അല്ലേ, അതായത് മീറ്റർ സ്ക്വയർ, 1 മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ 1 ലെങ്ത്തും ബ്രെഡ്ത്തും 1 ആയിരിക്കണം. അതായത് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഗോസ് തിയറം എന്താണെന്നുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഗോസ് തിയറം എന്താണെന്നുള്ളത് നോക്കാം. ഗോസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗോസ് തിയറം. സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ അത് വെച്ചിട്ട് പ്രോബ്ലംസും ചോദിക്കാം. ഇനി ഇതിൻ്റെ തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഭാഗമാണ് ഗോസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഗോസ് തിയറം പറയുന്നത്? ഗോസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് അല്ലേ, ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്ത്, ഫൈ എന്ന് പറയാം. അപ്പോൾ ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ്, 1/ε0 ടൈംസ് the net charge is total charge enclosed by the surface. അതായത് phi is equal to 1/ε0 q എന്നാണ്. മനസ്സിലായോ? അതായത് ഗോസ് തിയറം പറയുന്നത് ടോട്ടൽ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് പാസ്ഡ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, 1/ε0 ടൈംസ് the net charge enclosed by the surface. ഇതെന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചാർജിന് വെച്ചു, +q എന്ന് പറഞ്ഞ ഒരു ചാർജിനെ ഞാനിവിടെ വയ്ക്കുകയാണ്. അതിന് ചുറ്റും ഞാനൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാണ്. ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇമാജിനറി ലൈനാണ്. ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. അപ്പോൾ നോക്കിയേ, ഒരു ഗോഷ്യൻ സർഫസ് ഞാനിവിടെ കൺസിഡർ ചെയ്തു. ഈ ചാർജിന് ചുറ്റും ഒരു ഗോഷ്യൻ സർഫസ്, ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്. ഒരു ഗോഷ്യൻ സർഫസ് നമ്മളിവിടെ കൺസിഡർ ചെയ്തു ആണല്ലോ. ഇനി ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും, പുറത്തേക്കായിരിക്കും അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്, ഇവിടെ നിന്നോ ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്. കുറേ ഉണ്ട് കേട്ടോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, പക്ഷെ നമുക്ക് തൽക്കാലം ഞാനൊരു 4 മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ എവിടെയെങ്കിലും ഞാനൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഞാനൊരു സ്മോൾ ഏരിയനെ കൺസിഡർ ചെയ്യാണ്. ഒരു സ്മോൾ ഏരിയനെ ഞാനിവിടെ കൺസിഡർ ചെയ്യാം. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും, ഞാൻ പറഞ്ഞു ഔട്ട്വേർഡ് ഡ്രോൺ നോർമൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിലാണ്,
ഇങ്ങോട്ടേക്കായിരിക്കും ഡി എസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? പുറത്തേക്കായിരിക്കുമല്ലോ, ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈയുടെ ഇക്വേഷൻ എന്താ? ഡി ഫൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ എന്നാണല്ലോ. അതായത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ ഇസ് ഈക്വൽ ടു ഏത് ഡിഗ്രിയാണ്? 0 ഡിഗ്രി. അപ്പോൾ ഡി ഫൈ എന്ന് പറയുന്നത് എന്താ? ഇ ഡി എസ് കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. സോ ഇ ഫൈ എന്ന് പറയുന്നത് ഇ ഡി എസ് എന്ന് കിട്ടും. ഞാൻ ഈ ഒരു ഏരിയയിലാണ് ഞാനൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. സ്മോൾ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നോക്കി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഈ ഡയറക്ഷനിലാണ്. ഇത് വെക്ടറിനെ കാണിക്കുന്നതോട്ടെ ഞാൻ ഈ മുകളിൽ വെച്ചത്. അപ്പോൾ നോക്കി ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, അല്ലേ? ഞാൻ ഈ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഏരിയയുടെ ഏരിയൽ വെക്ടർ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? അത് ഈ ഡയറക്ഷന് മുകളിലേക്കാണല്ലോ. രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ്. ഇത് മനസ്സിലായി? ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കായത് എന്തുകൊണ്ടാണ്? ഔട്ട്വേർഡ്, പുറത്തേക്കാണല്ലോ നമ്മൾ വരയ്ക്കുക. ഔട്ട്വേർഡ്, അത് നോർമലായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഔട്ട്വേർഡ് ഡ്രോൺ നോർമൽ. അപ്പോൾ നോക്കിയാൽ ഡി എസിൻ്റെ ഡയറക്ഷനും മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് 0. അതായത് ഡി ഫൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താ? ഇ ഡി എസ് എന്ന് വരും. ഈ ഭാഗം ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. ഈ ഏരിയയുടെ കേസിലോ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? ഈ ഭാഗത്തേക്കാണ്. അതായത് ഡി എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അപ്പോൾ ഡി ഫൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇ ഡി എസ് എന്ന് വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ ആണ്. അപ്പോൾ ഇ ഡി എസ് എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടുത്തെ കേസിലോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഡി ഫൈ ഇസ് ഈക്വൽ ടു ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഡി ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡി എസ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗോസ് തിയറം എന്താ പറഞ്ഞത്? ഇതിലൂടെ കടന്നു പോകുന്ന, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സം ആണല്ലോ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നു. എന്താ നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്? ഫൈ ഇസ് ഈക്വൽ ടു ഇ എസ് കോസ് തീറ്റ എന്നുള്ളത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ നേരത്തെ, അല്ലേ? അപ്പോൾ നോക്കിയാൽ ഇതിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സമ്മാണ്. ഈ 4 ലൈൻസ് മാത്രമല്ല ഇതിലൂടെ കടന്നു പോകുന്നത്. ഇതിലൂടെ ഇഷ്ടംപോലെ ലൈനുകൾ ഇതുപോലെ ഓരോ ഭാഗത്തുകൂടി ഇഷ്ടംപോലെ ലൈൻസ് കടന്നു പോകുന്നുണ്ട്. ഈ എല്ലാ ലൈനുകളിലും കിട്ടുന്ന ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡി എസ് ആണ്. ഇതെല്ലാത്തിൻ്റെയും സമ്മാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഈ സർഫസിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ്? അതായത് ഫൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇതാണ് ഗോസ് തിയറം പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. ഗോസ് തിയറത്തിൻ്റെ ഒരു പ്രൂഫും കൂടി, ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു പോയിന്റ് ചാർജിനെ ഞാൻ കൺസിഡർ ചെയ്യണം. ഒരു പോയിന്റ് ചാർജിനെ ഞാൻ കൺസിഡർ ചെയ്തു. പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ്. അതിന് ചുറ്റും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗോഷ്യൻ സർഫസ് വരച്ചു. ഈ പോയിന്റ് ചാർജ് ഇരിക്കുന്ന സ്ഥലത്തിന് ഞാൻ ഒ എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലത്തിൽ ഇവിടെ ഒരു സ്മോൾ ഏരിയ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും, പുറത്തേക്കായിരിക്കും. ഈ സ്മോൾ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? ഔട്ട്വേർഡ് റൺ നോർമൽ എന്ന് വെച്ചാൽ ഈ ഡയറക്ഷൻ ആയിരിക്കും. ഡി എസിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. ഇലക്ട്രിക് ഫീൽഡും ഇതും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. ഡി എസിൻ്റെ ഡയറക്ഷനും ഇതും ഇതുപോലെ തന്നെ അതിന് നോർമലായിട്ട് വരും ആണല്ലോ. അപ്പോൾ എവിടെ എടുത്താലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ ഭാഗത്ത് അപ്പോൾ ഡി എസിൻ്റെയും ഇയുടെയും ഡി എസിൻ്റെയും ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. കാരണം രണ്ടും സെയിം ഡയറക്ഷനിലാണ്. വിളിച്ചത് നമുക്കറിയാം ഡി ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഇക്വേഷനുള്ള ഡി ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റയാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ രണ്ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി ഫൈ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ അല്ലേ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നോക്കിയും ഡി ഫൈ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഡി ഫൈ എന്ന് പറയുന്നത് ഫൈ ആണ്. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇ ഡി എസ് കോസ് തീറ്റ ആണെങ്കിലോ ഇ വിത്ത് റെസ്പെക്ട് ടു എസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? എസ് കോസ് തീറ്റ,
അല്ലേ? ഇതാണല്ലോ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണല്ലോ. ഇനി ബട്ട് ഇയും ഡി എസും ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ, രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ, ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ് കോസ് 0, അതായത് ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ് എന്ന് വരും. ഈ എസ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നത്? ഏരിയനെ കാണിക്കുന്നതാണ് എസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഏരിയയ്ക്ക് എ എന്നല്ലേ നമ്മൾ പഠിച്ചത്, അപ്പോൾ ഇവിടെ എസ് എന്നാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് ഏരിയനെ കാണിക്കുന്നതാണ്. ഇതൊരു സ്പെറിക്കൽ സർഫസ് അല്ലേ, അപ്പോൾ ഏരിയ ഓഫ് ദി സ്പിയർ എന്ന് പറയുന്നത് എത്രയാണ്? 4πr² ആണ് അല്ലേ? സ്പിയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. അപ്പോൾ നമുക്കത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, ഇത് കഴിഞ്ഞാണ് എവിടെയാണ് എഴുതുന്നത്, ഫൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇ ഇൻറ്റു എസിൻ്റെ വാല്യൂ എന്താ? 4πr² ആണ്. ബട്ട് ഇയുടെ ഇക്വേഷൻ നമുക്കറിയാലോ, ഈസ് ഈക്വൽ ടു എന്താ? 1/4πε0 Q/r² ആണ്. അതും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ ഫൈയുടെ ഇക്വേഷൻ എന്ത് വരും? ഫൈയുടെ ഇക്വേഷൻ എന്ത് വരും? 1/4πε0 Q/r² ഇൻറ്റു 4πr² എന്ന് വരും അല്ലേ? അപ്പോൾ ഈ 4πയും ഈ 4πയും വെട്ടിപ്പോവില്ലേ? ഈ r² r² വെട്ടിപ്പോയില്ലേ? ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഫൈ ഈസ് ഈക്വൽ ടു Q/ε0. ഗോസ് തിയറം നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൺസിഡർ ചെയ്തു. അതിന് ചുറ്റും ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ വരച്ചു. ഇനി അതിലൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഔട്ട്വേർഡ് ഡയറക്ഷനാണ്. സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്വേർഡ് ഡ്രോൺ നോർമലാണ്, അതായത് പുറത്തേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ടോട്ടൽ ഫ്ലക്സിൻ്റെ ഇക്വേഷനിലേക്ക് അത് കൊടുത്തു. ടോട്ടൽ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ് കോസ് തീറ്റയാണ്. എസും ഇയും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ് എന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് ദി സ്പിയർ, സ്പെറിക്കൽ സർഫസ് അല്ലേ ഇത്, ഏരിയ ഓഫ് ദി സ്പിയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 4πr² ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ ടു, അവസാനം ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. മനസ്സിലായോ? വളരെ എളുപ്പമുള്ള ഡെറിവേഷനാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ നമുക്ക് അടുത്തായിട്ട് ഇനി പഠിക്കാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്.